ഒരു ഡൗട്ടാണ്. ഇപ്പൊ കേരളത്തിൽ നമ്മൾ അറിയുന്ന പല കമ്പനികൾക്കും നല്ല ബിസിനസ് ഉണ്ട്, എല്ലാവരും നല്ല ബിസിയാണ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഗ്രോത്ത് കാണുന്നില്ല പലർക്കും. അത് എന്തായിരിക്കും? അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ്. ബിസിനസ്സിനകത്തേക്ക് വരുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനും ഒരു ഗോൾ സെറ്റിങ്സും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ കസ്റ്റമേഴ്സ്, ആരാണ് നമ്മളുടെ കസ്റ്റമേഴ്സ്, എന്താണ് നമ്മളുടെ ഒരു യൂണിക്നെസ് മറ്റുള്ള നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന്, ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു പൊസിഷൻ ഇല്ലാതെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ലെവലിൽ എത്തുമ്പോൾ പിന്നെ അങ്ങോട്ട് സ്റ്റക്കായി പോകും. പിന്നീട് ഒരു പക്ഷേ അവർക്ക് സ്കെയിൽ ചെയ്യാനോ അതല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാനോ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല. ഇതിന് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അതല്ലെങ്കിൽ വളരെ അറിവോടുകൂടിയുള്ള നല്ല ഒരു പൊസിഷനിങ് അതല്ലെങ്കിൽ ഒരു പ്ലാനിങ് ആൻഡ് ഗോൾ സെറ്റിങ്സ് ആദ്യമേ ആവശ്യമാണ്. ഇടയിൽ അതല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ പീരീഡിലും നമുക്ക് ഇവരെ സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പല ബിസിനസ്സുകളും ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്നത്. കാരണം അങ്ങോട്ടേക്ക് ഇനി മുന്നോട്ടുള്ള വഴി അവർക്ക് അറിയില്ല. സോ പ്രോബ്ലം മാർക്കറ്റിംഗിലേക്കായിരിക്കുമോ? നോ, ആക്ച്വലി മാർക്കറ്റിംഗ് എന്ന ഒരു പ്രോസസ് കൊണ്ട് മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ഒരുപക്ഷെ സ്റ്റാർട്ടിങ് തന്നെ ആ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് മാർക്കറ്റിംഗും അതിനകത്ത് വർക്ക് ചെയ്യില്ല. അതായത് ഈ പറഞ്ഞ ഗോൾസും അതുപോലെ തന്നെ പ്രോപ്പർ പ്ലാനിങ്ങും നമ്മളുടെ കസ്റ്റമേഴ്സ് ഐഡന്റിഫിക്കേഷനും നമ്മുടെ യൂണിക് പ്രൊപ്പോസിഷൻസും എല്ലാം വ്യക്തമായെങ്കിൽ മാത്രമാണ് മാർക്കറ്റിങ്ങിനും ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് കൊണ്ട് മാത്രം അടുത്തൊരു ലെവലിലേക്ക് പോകാനോ അല്ലെങ്കിൽ ബിസിനസിന്റെ കൺസിസ്റ്റൻസി നിലനിർത്താനോ കഴിയില്ല. ഓ, ഇൻട്രസ്റ്റിംഗ്. നെക്സ്റ്റ് നമുക്ക് ഈ ബ്രാൻഡിങ്ങിലും അതുപോലെ ഈ സർവീസിലും കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും അല്ലേ?